ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രുതിയുടെ അമ്മയും കുഞ്ഞിനെയും ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ചന്ദ്രമതി ഉറപ്പിച്ച് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചി പറയും, അത് പറ്റത്തില്ല, അവരിവിടുന്ന് പോകാൻ വേണ്ടിയല്ല ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് വന്നത്, അവരിവിടെ തന്നെ താമസിക്കുമെന്ന്. അത് പറ്റത്തില്ല, ഇതെൻ്റെ വീടാണ്, ഇവിടെ ഞാൻ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ചന്ദ്രമതി പറയും. അതെങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഈ വീട് അച്ഛൻ്റെയും കൂടെ, അച്ഛനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, അച്ഛൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ അവരിവിടെ 2 ദിവസം നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവരിവിടെ നിൽക്കട്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് വിമലയും പറയുന്നുണ്ട്, വേണ്ട സച്ചി, ഞങ്ങൾ അങ്ങ് വീട്ടിലേക്ക് പൊക്കോളാവെന്ന്. അത് കേട്ടോണ്ട് നിൽക്കുകയാണ് ശ്രുതി. ഒന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അതെങ്ങനെ അവർ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് രേവതി പറയും, അത് വേണ്ട ആൻറ്റി, നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ, നിങ്ങൾ ഇവിടെ 2 ദിവസം നിന്നിട്ട് പോയാൽ മതി, കുഞ്ഞിനെ ആൻറ്റിക്ക് ഒറ്റയ്ക്ക് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന്. അവർ പോകാൻ റെഡിയാണ്, പിന്നെ നിനക്കെന്നെ ഇത്ര നിർബന്ധം എന്നൊക്കെ ചോദിക്കും. ഈ കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ കുഞ്ഞിനോടും അതിൻ്റെ വെല്ലുമയോടും എനിക്ക് സ്നേഹവും കടപ്പാടും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് പറയും. രവീന്ദ്രൻ ഉടനെ പറയുന്നുണ്ട്, ചന്ദ്ര നീ ഒന്നും പറയണ്ട, അവരെന്തായാലും 2 ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് പോട്ടെന്ന്. നിങ്ങൾക്കറിയാമല്ലോ ഈ വീട്ടിലാണെങ്കിൽ മുറിയില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാണ്, അതിനിടയിലാണോ ഇവർ വന്ന് എവിടെ കിടക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇവർ 2 ദിവസത്തേക്ക് ഇവിടെ നിൽക്കട്ടെ, എന്താ വന്നതല്ലേ എന്നൊക്കെ. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്ര ചോദിക്കുന്നത്, എന്താ നിനക്ക് ഇത്ര സോഫ്റ്റ് കോർണർ ഇപ്പം പെട്ടെന്നെന്ന്. അത് ഞാൻ ഇന്നാൾ ശ്രുതിയെ തപ്പിപ്പോയപ്പോൾ ഇവരുടെ വീട്ടിൽ കയറിയത്, അന്ന് എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചതാണ് ഈ ആൻറ്റി, അത് കാരണം അവരുടെ വിഷമത്തിൽ നമ്മളോട് പങ്കുചേരണ്ടേ എന്നൊക്കെ ചോദിക്കും. എന്നാലും ഇവിടെ മുറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കിടക്കുന്നത്, ആരുടെ മുറി കിടക്കും എന്നൊക്കെ ചോദിക്കും. ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങളുടെ മുറി കിടന്നോട്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. രവീന്ദ്രനും സച്ചിയൊക്കെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് ശ്രുതിക്കിട്ട്. ശ്രുതിക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ. മോളെ നീ തന്നെയാണോ ഇത് പറയുന്ന ഉടനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതിനെന്താ ആൻറ്റി, ശ്രുതിയെ ഒരിക്കലും ഒരുപാട് സഹായിച്ച ഒരു അമ്മയല്ലേ, അന്നേരം ഒരുപാട് ആശ്വാസമൊക്കെ കൊടുത്ത അമ്മയല്ലേ, അതുകൊണ്ട് അവർ കുഞ്ഞുമായിട്ട് ഇവിടെ 2 ദിവസം നിന്നുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളുടെ മുറി അവർ ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, പൗഡർ എടുത്ത് അവരുടെ മുറി തരാമെന്ന് പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് എന്നെ ഇത്ര കുഴപ്പമെന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് ഉടനെ അകത്തേക്ക് പോവുകയാണ് സച്ചി കുഞ്ഞിനെ കൊണ്ടുവന്ന് ശ്രുതിയുടെ ഒക്കെ മുറി കിടത്തിയിട്ട് ഇറങ്ങിപ്പോരുകയാണ്. ഈ സമയം രേവതി വിമലയും കൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. ചന്ദ്രമതി അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങൾ എപ്പം വന്നാലും നിങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞുണ്ടല്ലോ, ഇത് ആരുടെ കുഞ്ഞാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയതാ, നിങ്ങളുടെ കയ്യിരിക്കുന്ന കുഞ്ഞിന് അച്ഛനും അമ്മയൊന്നും ഇല്ലയെന്ന് ചോദിക്കും. അപ്പോഴത്തേനുടനെ രേവതി പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് അച്ഛനും അമ്മയൊന്നുമില്ല, ഈ ആൻറ്റിയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്, ശ്രുതിയുടെ കുഞ്ഞാണല്ലോ. അപ്പം ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം രേവതി പറയും, വേറെ ആരുമില്ല ഈ കുഞ്ഞിനെ നോക്കാൻ, അതുകൊണ്ട് ആൻറ്റി കഷ്ടപ്പെട്ട് തന്നെ ഈ കുഞ്ഞിനെ വളർത്തുന്നത്, ഇപ്പോൾ എവിടെ പോയാലും ആൻറ്റിക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. എന്തായാലും നിങ്ങൾക്കൊരു മകളുണ്ടെന്നല്ലേ പറഞ്ഞ, മകൾ എന്ത് ചെയ്യുന്നു ചോദിക്കും. മകൾ ദുബായിലാന്ന് പറയും. ആർക്കറിയാം ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ പറയുമ്പോഴത്തേന് രേവതി പറയുന്നുണ്ട്, അമ്മയുടെ ക്രൂസുസ്താരമൊക്കെ കഴിഞ്ഞെങ്കിൽ ഞങ്ങളങ്ങ് പോവുകയാണ്, ബാ ആൻറ്റി വല്ലതും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്നിറങ്ങുമ്പം വിമല പറയുന്നുണ്ട്, വേണ്ട മോളെ എനിക്കൊന്നും വേണ്ടെന്ന്. അതൊന്നും പറ്റത്തില്ല, ആൻറ്റി ഒന്നും കഴിച്ചില്ലല്ലോ, വന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് വിളിച്ചോണ്ട് പോകും വിമലയെ. ദേഷ്യത്തോടെ ചന്ദ്രമതി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് ശ്രുതി നിൽക്കുന്നു. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങ് വന്നേ, എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അതിന് നീ തന്നെ മുൻകൈ എടുക്കണമെന്ന്. ഞാൻ തന്നെ എടുക്കണമെന്ന് ചോദിക്കും. അതെ, നീ തന്നെ എടുക്കണം, ഇവർ 2 ദിവസമൊന്നുമല്ല, നാളെ തന്നെ ഇവിടുന്ന് പോകണം എന്ന് പറയും. ആൻറ്റി അവർ ഇവിടെ കഴിഞ്ഞോട്ട് 2 ദിവസം കുഞ്ഞുമായിട്ട് അമ്മ എവിടെ പോകാനാന്നൊക്കെ ചോദിക്കും. അതൊന്നും നോക്കണ്ട, നീ ഇവളെ പറഞ്ഞു വിട്ടിരിക്കണം, നിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഐഡിയയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ അതിലേതെങ്കിലും ഒന്ന് പ്രയോഗിച്ച് ഇവളെ പറഞ്ഞു വിടണം, നാളെ തന്നെ പറഞ്ഞു വിട്ടേക്കണം കേട്ടോ എന്ന് പറയും. ആർക്കറിയാം ആ തള്ള ഒരു കേമിയാണെന്നാണ് തോന്നുന്നത്, ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവരിങ്ങനെ ഓരോ വീട് കയറി നടന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും, ഇതിലും ഭേദം അവർക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് വല്ലയിടത്തും പോയി പിച്ചെ എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും ദേഷ്യവും സങ്കടവും വന്നിട്ട് ശ്രുതി ഉടനെ ആൻറ്റീന്ന് ദേഷ്യപ്പെട്ട് വിളിക്കുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കും. അല്ല, അവരതെങ്കിലും കേട്ടാൽ എന്ത് മോശമല്ലേ എന്നൊക്കെ ചോദിക്കും. കേട്ടാലും കുഴപ്പമൊന്നുമില്ല, നീ എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞു വിടാൻ നോക്കെന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് വാണിംഗ് കൊടുത്തിട്ടാണ് ചന്ദ്രമതി പോകുന്നത്. ശ്രുതി എന്നിട്ട് നേരെ ചെന്ന് കുഞ്ഞ് കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് കുഞ്ഞിനെ കുറേ നേരം നോക്കി നിന്ന് കരയുന്നൊക്കെയുണ്ട്. അതിനെ ഒന്ന് എടുക്കാനും താലോലിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടായിട്ടും തൊടാതെ ഇങ്ങനെ മാറി ഇറങ്ങി നിന്ന് വീണ്ടും കരഞ്ഞിട്ടാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത്. പിന്നെ വൈകിട്ട് വിമലയുടെയും രേവതിയുടെയും നടുക്ക് കിടക്കുന്ന ഉറങ്ങുന്ന കുഞ്ഞിനെയാണ് കാണിക്കുന്നത്.
അത് ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് താഴേക്ക് വരികയാണ്. ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞ് വരുമ്പോൾ ശ്രുതിയും കൂടെ താഴെ കിടന്നുറങ്ങുകയാണ്. അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് താഴെ വീഴാനായിട്ട് തുടങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് ശ്രുതി പെട്ടെന്ന് ചാടി എണീക്കുന്നത്. മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ വീഴാതെ താങ്ങി നിർത്തുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരത്തേന് കുഞ്ഞ് കരയുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ശ്രുതി ഉടനെ കണ്ണു തെളിക്കും. എന്നിട്ട് ചോദിക്കും, എന്താ ശ്രുതി, ഈ കുഞ്ഞ് എന്നാ ഇവിടെ, ഇവനേതാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഉടനെ ചോദിക്കും, സത്യം പറ, ഈ കുഞ്ഞ് നിൻ്റെ അല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു വരികയും പെട്ടെന്ന് ശ്രുതി ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. അപ്പോൾ ശ്രുതി കണ്ടൊരു സ്വപ്നമായിട്ടാണത് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതി ഉടനെ കുഞ്ഞിനെ കാണാനായിട്ട് മേളത്തെ നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞ് അവിടെ കിടന്ന് ഇവരുടെ രണ്ടുപേരുടെ നടുക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി എന്ന് കതക് തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് ചാടി എണ്ണീറ്റ് അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചാടി എണ്ണീക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് രേവതിയും കണ്ണ് തെളിക്കും. എന്താ മോനെ വല്ല സ്വപ്നവും കണ്ടോന്നൊക്കെ ചോദിക്കും. ഞാൻ അമ്മയെ സ്വപ്നം കണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. വാതൊക്കെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് നോക്കുകയാണ്. മോ സങ്കടപ്പെടണ്ട കേട്ടോ, പേടിക്കൊന്നും വേണ്ട, മോ കിടന്ന് ഉറങ്ങിക്കൂ, ആൻറ്റി ഉണ്ടല്ലോ കൂടെ എന്നൊക്കെ പറഞ്ഞ് രേവതി കുഞ്ഞിൻ്റെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം അത് കണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുകയാണ് ശ്രുതിക്ക് അങ്ങ് സങ്കടം വന്നിട്ട് വയ്യാഞ്ഞിട്ട് താഴെ വന്ന് വീണ്ടും ഇരുന്നിങ്ങനെ കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആദ്യക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ശ്രുതി ഇങ്ങനെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് റൂം തുറന്ന് നോക്കുമ്പോഴത്തേന് രേവതി കുഞ്ഞിനിങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മോൻ കഴിക്ക് എന്നൊക്കെ പറയും. എനിക്ക് വേണ്ട അമ്മ ആൻറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഉടനെ വിമല പറയുന്നുണ്ട്, എൻ്റെ രേവതി ഇവളിനെ ഒന്നും കഴിക്കത്തില്ല, കഴിക്കാൻ കൊടുക്കുന്ന മുഴുവൻ അവിടെ വെച്ച് പോകും എന്നൊക്കെ പറയും. ആ സമയത്ത് ശ്രുതി ഒരു ഗ്ലാസ് പാലുമായിട്ട് അകത്തേക്ക് വരും. ആ ശ്രുതി ആദ്യക്ക് കൊണ്ടുവന്ന പാലാണോ, ഞാനിവനെ ഫുഡ് കഴിപ്പിക്കുകയായിരുന്നൊക്കെ പറയും. ഞാൻ രേവതി ഇപ്പോൾ രാവിലെ പൂക്ക് കച്ചവടത്തിന് പോയി കാണുമെന്ന് വിചാരിച്ചാൽ കൊണ്ടുവന്ന് പറയും. ഞാൻ ഇന്ന് പോകുന്നില്ല, ഈ കുഞ്ഞിന് വയ്യാത്തതല്ലേ, അത് കാരണം ആൻറ്റി തന്നെയല്ലേ ഉള്ളൂ, അതിന് ഇവർക്ക് വേണ്ടി ഹെൽപ്പിനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയെന്ന് പറയും. അതൊന്നും വേണ്ട മോളെ, മോള് പൊക്കോളാനൊക്കെ വിമല പറയുന്നുണ്ട്. അത് സാരമില്ല ആൻറ്റി, ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്ന്. ഉടനെ ശ്രുതി പറയും, വേണമെങ്കിൽ രേവതി പൊക്കോ, ഞാനിവിടെ വേണമെങ്കിൽ നിന്നോളാന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെയാ ശ്രുതി ഇന്ന് പോകുന്നില്ലെന്ന് നിൽക്കും. അല്ല ഞാൻ പോകുന്നുണ്ട്, എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്, അപ്പോൾ രേവതി പുറത്ത് പോകുന്നുണ്ട്, അത് മേടിപ്പിക്കാനോ ഓർത്താന്ന് പറയും. ശ്രുതി പോകുമ്പോൾ മേടിച്ചാൽ പോരെ, എന്തായാലും ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അന്നേരം കഥ അടച്ചിട്ട് ഉടനെ തന്നെ ശ്രുതി വിമലയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്തിനാണ് രേവതി ചെയ്യുന്നതെന്ന്. അവൾക്ക് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് അവൾ ചെയ്യുന്നു എന്ന് ഉടനെ വിമല പറയുന്നുണ്ട്. അതിനിപ്പം ഞാനിപ്പോൾ എന്നാ സ്നേഹിക്കുന്നില്ലെന്ന് ചോദിക്കും. നിനക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നീ നിൻ്റെ മനസ്സിലോട് തന്നെ ചോദിക്കുക, ഈ കുഞ്ഞിനോട് നിനക്ക് സ്നേഹമുണ്ടോ എന്ന് അന്നേരം അറിയാം എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.